ഹായ്, പെട്ടെന്നൊരു ബ്രെഡ് പുഡിങ് തയ്യാറാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് 10 പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്, ഈസിയാണ്. 500 ml പാലെടുത്ത് ഒരു പാനിലോട്ട് ഒഴിച്ച് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ആവശ്യത്തിന് മധുരം ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ് മധുരത്തിനാവശ്യമായിട്ട്. ഇനി 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, അല്പം പാൽ, ഇതിൽ നിന്ന് തന്നെ അല്പം പാലെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഈ പാലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് മധുരത്തിന് പകരം ചേർക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി പുഡിങ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ബ്രെഡ് ആദ്യത്തെ ലെയർ ബ്രെഡ് നിരത്തി കൊടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഈ കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ടാമത്തെ ലെയറും വെച്ചതിന് ശേഷം കസ്റ്റാർഡ് മിൽക്ക് മുഴുവനായിട്ട് തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഏത് തരം നട്ട്സ് വേണമെങ്കിലും ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ് എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ മേലെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലവണ്ണം തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മേലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇതവിടെ റിച്ച് ഗോൾഡിൻ്റെ 500 ml വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊന്ന് ചെറുതായിട്ട് സ്റ്റിഫാക്കി എടുക്കുക. ഇത്രയും സ്റ്റിഫാക്കി എടുത്തതിന് ശേഷം നമ്മുടെ പുഡിങ്ങിൻ്റെ മേലോട്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ എടുത്ത ക്രീം മുഴുവനായിട്ട് തന്നെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഒപ്പം കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കോലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഡെക്കറേഷന് വേണമെങ്കിൽ ചെറീസ് എന്ത് തന്നെ ആയാലും നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ചെറീസാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മളെ പുഡിങ് അവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയെടുക്കുന്ന ഒരു പുഡിങ്ങാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അധികം മധുരമൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.